നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ കാലത്ത് ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ഗൺമാന്മാരും അടിയന്തര സുരക്ഷാ ഉദ്യോഗസ്ഥരും ക്രൂരമായി മർദ്ദിച്ച കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഈ കേസിൽ കുറ്റാരോപിതരായ ADGP MR അജിത് കുമാറിനെ രക്ഷിക്കാൻ ഇപ്പോൾ ഉന്നത തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന വലിയ സംശയമാണ് പരക്കെ ഉയരുന്നത്. ഈ സംശയങ്ങൾ ശക്തമാകുമ്പോൾ വലിയ അതൃപ്തിയിലാണ് നമ്മുടെ തൃശൂർ പൂരം പ്രേമികളും പൂരത്തിന്റെ സംഘാടകരും. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് 2024 നടന്ന തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന് കൃത്യമായി പങ്കുണ്ടെന്ന ആരോപണം അന്ന് ശക്തമായിരുന്നു. അന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ എടുത്ത കടുത്ത നിലപാടുകളും ഉയർത്തിയ വൻ വിമർശനങ്ങളും ജനങ്ങൾ മറന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഭരണത്തിലേക്ക് എത്തിയപ്പോൾ ഈ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ എന്തിനാണ് ഇത്ര താമസമെന്നാണ് പൂരപ്രേമികൾ ചോദിക്കുന്നത്. അന്ന് കോൺഗ്രസ് സംഘടിപ്പിച്ച CPM RSS കൂട്ടുകെട്ടിനെതിരെയുള്ള പ്രതിഷേധ സംഗമം വൻ ആവേശത്തോടെ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ്. അജിത് കുമാറാണ് തൃശൂർ പൂരം മനഃപൂർവ്വം കലക്കിയതെന്ന് അന്ന് സഭയിലും പുറത്തും VD സതീശൻ അക്കമിട്ട് ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ സമരങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ മുന്നിലുണ്ടായിരുന്നു. CPM BJP രഹസ്യ ഡീലിന്റെ ഭാഗമായി സുരേഷ് ഗോപിയെ തൃശൂർ ലോക്സഭയിലേക്ക് ജയിപ്പിക്കാനായി പോലീസ് തലപ്പത്ത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനായിരുന്നു പൂരം കലക്കൽ എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് അന്ന് ആരോപണം ഉയർത്തിയിരുന്നത്. അന്ന് സുരേഷ് ഗോപിക്കെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് K മുരളീധരനായിരുന്നു. മുരളീധരന്റെ അപ്രതീക്ഷിത തോൽവിയുടെ പ്രധാന കാരണമായി രാഷ്ട്രീയ കേരളം കണ്ടെത്തിയതും സുരേഷ് ഗോപിക്ക് അനുകൂലമായ വികാരമുണ്ടാക്കിയ ഈ പൂരം കലക്കൽ തന്നെയാണ്. ഭരണത്തിലെത്തുന്നതിന് തൊട്ടു മുൻപ് വരെ K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അജിത് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ഉയർത്തിയിരുന്നത്. ഫെബ്രുവരിയിൽ നടന്ന ഒരു യോഗത്തിൽ അജിത് കുമാറിനെ രക്ഷിക്കാൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തിരക്കഥ തയ്യാറാക്കുകയാണെന്ന് K മുരളീധരൻ പരസ്യമായി കുറ്റപ്പെടുത്തിയിരുന്നു. തൃശൂർ പൂരം കലക്കലിലെ സത്യാവസ്ഥ കണ്ടെത്താൻ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ 3 അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു എന്നത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ നാളിതുവരെ ആയിട്ടും ഈ അന്വേഷണങ്ങളിൽ ഒന്നിന്റെ പോലും റിപ്പോർട്ട് പുറത്തുവിടുകയോ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഈ 3 അന്വേഷണങ്ങളിൽ പ്രധാനപ്പെട്ട സംഭവത്തിൽ ADGP അജിത് കുമാറിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് കണ്ടെത്താനായിരുന്നു. പൂരം സംഘാടകരുടേത് ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ മൊഴികൾ പലതവണ അന്വേഷണ സംഘങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പോലീസിന്റെ അനാവശ്യമായ നിയന്ത്രണങ്ങളെയും ധിക്കാരപരമായ പെരുമാറ്റത്തെയുമാണ് പൂരം അലങ്കോലപ്പെടാൻ കാരണമായി സംഘാടകരിൽ മിക്കവരും മൊഴി നൽകിയിരുന്നതും. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ബോധപൂർവമായ ഇടപെടലാണ് പൂരം കലക്കലിലേക്ക് നയിച്ചതെന്ന് വ്യക്തമായിട്ടും ഇപ്പോഴും ആ റിപ്പോർട്ടുകൾ വെളിച്ചം കാണാതെ ഫയലുകളിൽ ഉറങ്ങുകയാണ്. മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അജിത് കുമാറിനെ പോലെയുള്ള വിവാദ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഭരണകൂടം തയ്യാറാകണം. പൂരപ്രേമികളുടെയും സാധാരണക്കാരുടെയും വികാരം മാനിച്ചുകൊണ്ട് മുൻ ഭരണകാലത്ത് നടന്ന ഈ പൂരം കലക്കൽ ഗൂഢാലോചനയുടെ യഥാർത്ഥ റിപ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് പുറത്തുവിടേണ്ടതുണ്ട്. ആലപ്പുഴയിലെ മർദ്ദനക്കേസിലും തൃശൂർ പൂരം കലക്കലിലും അജിത് കുമാറിന് രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതും നൽകാതെ നിയമവാഴ്ചയുടെ സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് കുറ്റവാളികളെ അർഹമായ ശിക്ഷയിലേക്ക് നയിക്കാൻ സർക്കാർ തയ്യാറാവണം.